നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഹമ്മദാബാദ് വിമാന അപകടം രാജ്യത്തിന് മുന്നിൽ തീർത്ത ഒരു വിഷമഘട്ടം അത് വലുത് തന്നെയാണ്. എന്തുകൊണ്ടാണ് വിമാനങ്ങൾ അപകടം സംഭവിക്കാനുള്ള സാധ്യതകൾ അതെന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് വിമാന അപകടങ്ങൾ ഒരു വലിയൊരു ദുരന്തത്തിലാണ് അത് കലാശിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വിമാനങ്ങൾ അപകടത്തിലേക്ക് നയിക്കപ്പെടും എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി നമുക്ക് നോക്കാം. വിമാനയാത്രയിൽ ഏറ്റവും അപകടകരമായ ഘട്ടങ്ങൾ ടേക്ക് ഓഫും ലാൻഡിങ്ങുമാണ് എന്നാണ് വ്യോമയാന വിദഗ്ധർ വ്യക്തമാക്കുന്നത്. വിമാന അപകടങ്ങളിൽ ഏറെയും സംഭവിച്ചതും ഈ ഘട്ടങ്ങളിലാണ്. ഇന്റർനാഷണൽ ഏവിയേഷൻ സേഫ്റ്റി സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം 35% വിമാന അപകടങ്ങളും ടേക്ക് ഓഫ് സമയത്താണ് ഉണ്ടാകുന്നത്. ക്രൂസ് ഘട്ടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പൈലറ്റ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് ടേക്ക് ഓഫ്, ലാൻഡിംഗ് എന്നീ ഘട്ടങ്ങളാണ്. ഏകോപനം, പെട്ടെന്നൊരു തീരുമാനമെടുക്കുക, മാത്രമല്ല ഇങ്ങനെ പല കാര്യങ്ങൾ ലാൻഡിംഗ് സമയത്ത് ആവശ്യമാണ്. ടേക്ക് ഓഫ് സമയത്ത് ഉണ്ടാകാനുള്ള അപകടങ്ങൾ, അതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്ക് നോക്കാം. എൻജിൻ തകരാറ്. ഈ ടേക്ക് ഓഫ് സമയത്ത് എൻജിനുകൾ പരമാവധി സമ്മർദ്ദത്തിലായിരിക്കും. പക്ഷി ഇടിക്കുക, ഇന്ധനമർദ്ദം കുറയുക, നിർമ്മാണ തകരാറുകൾ പോലുള്ള സാങ്കേതിക പിഴവുകൾ സംഭവിക്കുക എന്നിവ കാരണം അപകട സാധ്യത ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പൈലറ്റിന് എന്തെങ്കിലും പിഴവ് സംഭവിച്ചാലും അപകടത്തിലേക്ക് അത് നയിക്കും. മനുഷ്യരുടെ പിഴവാണ് ടേക്ക് ഓഫ് സമയത്ത് വിമാന അപകടം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. വേഗത നിർണ്ണയിക്കുന്നതിലുള്ള പിഴവ്, റൊട്ടേഷൻ പോയിന്റ് മനസ്സിലാക്കുന്നതിലെ പിഴവ്, തെറ്റായ പിച്ചോ ആംഗിളോ സെലക്ട് ചെയ്യുക തുടങ്ങി പൈലറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പിഴവുകൾ കൊണ്ടും അപകടത്തിലേക്ക് നയിക്കപ്പെടാം. കാലാവസ്ഥ വ്യതിയാനവും മറ്റൊരു അപകട കാരണമാണ്. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം ടേക്ക് ഓഫിനിടെ വിമാനം അപകടത്തിലേക്ക് നയിക്കാറുണ്ട്. മാത്രമല്ല ശക്തമായ കാറ്റ്, മൂടൽ മഞ്ഞ്, ഇടിമിന്നൽ ഇവയെല്ലാം ചിലപ്പോൾ ഈ വിമാനത്തെ അപകടത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, പലപ്പോഴും പല വാർത്തകളും നമ്മൾ കേട്ടിട്ടുള്ളത് കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് വിമാനം ലാൻഡിങ് ചെയ്യാൻ കഴിഞ്ഞില്ല. മാത്രമല്ല ഈയിടയ്ക്ക് നമ്മൾ വിമാനം ശക്തമായ കാറ്റിൽ ആടിയുലയുന്ന വിമാനത്തെ കാണുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ കാലാവസ്ഥയും ഒരു വില്ലനാണ്. റൺവേയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും അതും ഈ ഒരു വിമാന അപകടത്തിലേക്ക് നയിക്കപ്പെടും. പ്രത്യേകിച്ച് ടേക്ക് ഓഫിനിടെ റൺവേയിൽ പെട്ടെന്നൊരു വാഹനമോ പക്ഷിയോ മറ്റൊരു വിമാനമോ എത്തുകയാണെങ്കിലും അപകടത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും അഹമ്മദാബാദ് വിമാന അപകടം, അതിന് പിന്നിലെ കാരണം എന്താണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ കാരണം എന്താണെന്ന ഒരു ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. വിമാന ദുരന്തത്തിൽ തകർന്ന എയർ ഇന്ത്യ വിമാനം AI-171 വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് രക്ഷാപ്രവർത്തകർ കണ്ടെത്തി. അപകടം നടന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് വിമാനത്തിൻ്റെ 2 ബ്ലാക്ക് ബോക്സുകളിൽ ഒന്ന് കണ്ടെത്തിയത്. വിമാനത്തിൻ്റെ പിൻഭാഗത്തുള്ള ബ്ലാക്ക് ബോക്സാണ് കണ്ടെത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ബ്ലാക്ക് ബോക്സിലെ റെക്കോർഡിങ്ങുകൾ വിശകലനം ചെയ്യുന്നതിനായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അധികൃതർക്ക് കൈമാറും. മാത്രമല്ല വിമാനത്തിൻ്റെ മുൻഭാഗത്തുള്ള 2ാമത്തെ ബ്ലാക്ക് ബോക്സ് ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. വിമാനം പറക്കുന്നതിനിടെയുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ബ്ലാക്ക് ബോക്സിലാണ്. ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലാണ് ഇതുള്ളത്. ഈ ചതുരാകൃതിയിലുള്ള സംവിധാനം ഇതിലൂടെ എന്താണ് വിമാനത്തെ അപകടത്തിലേക്ക് നയിച്ചത്, അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്താൻ സഹായിക്കും. മാത്രമല്ല ഫ്ലൈറ്റ് കോക്പിറ്റ് റെക്കോർഡിങ്ങുകൾ, ഫ്ലൈറ്റ് ഡേറ്റ എന്നിവ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. എന്തായാലും സ്ഥലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിലെത്തി സന്ദർശിക്കുകയുണ്ടായി. അപകട സ്ഥലം സന്ദർശിച്ച അദ്ദേഹം പരിക്കേറ്റ് ചികിത്സയിലുള്ളവരെ കണ്ടു. ഇന്നലെ രാത്രിയോടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഹമ്മദാബാദിലെത്തിയിരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. അപകടത്തെക്കുറിച്ച് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും അന്വേഷണം നടത്തിയിരുന്നു. AAIB ഡയറക്ടർ ജനറൽ അടക്കമുള്ള ഉദ്യോഗസ്ഥർ അഹമ്മദാബാദിലെത്തിയിരുന്നു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും അന്വേഷണം തുടങ്ങിയിരുന്നു. അതിനിടെ വിമാന ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഉയരുകയാണ്. വിമാനത്തിൽ ഉണ്ടായിരുന്ന 241 യാത്രക്കാരും വിമാനം തകർന്നു വീണ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികളുമാണ് മരിച്ചത്. മേഖലയിൽ രക്ഷാപ്രവർത്തനം അടക്കം പുരോഗമിക്കുന്നുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി, ലണ്ടനിൽ മലയാളി നേഴ്സായ രഞ്ജിത ആർ നായർ അടക്കം 241 പേരാണ് മരിച്ചത്. അതേസമയം DNA പരിശോധന നടത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. DNA പരിശോധനകൾക്കായി മരിച്ചവരുടെ ബന്ധുക്കൾ ഇന്ന് അഹമ്മദാബാദിലെത്തും. രഞ്ജിതയുടെ സഹോദരനും ഇന്ന് ഗുജറാത്തിലേക്ക് തിരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. DNA പരിശോധനകൾക്ക് ശേഷമായിരിക്കും മരിച്ചവരുടെ എണ്ണം ഔദ്യോഗികമായി സർക്കാർ സ്ഥിരീകരിക്കുന്നത്. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് വ്യോമയാന വിദഗ്ധരുടെ ഒരു പ്രതികരണം കൂടി നോക്കാം. ഈ അഹമ്മദാബാദ് വിമാന ദുരന്തം സംഭവിച്ചത് എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് കാണാവുന്ന ദൂരത്തിലാണെന്ന് വ്യോമയാന വിദഗ്ധർ വ്യക്തമാക്കി.
ടേക്ക് ഓഫ് ചെയ്തയുടൻ തന്നെ വിമാനം വീണിരിക്കാമെന്നതിനാൽ ATC അധികൃതർക്ക് അപകടം മനസ്സിലാക്കാൻ സാധിച്ചിരിക്കാമെന്നും വ്യക്തമാക്കുന്നുണ്ട്. സാധാരണ ടേക്ക് ഓഫ് ചെയ്ത വിമാനം കാഴ്ചയിൽ നിന്നും മറയുന്നതുവരെ ATCയിൽ നിന്ന് നോക്കണമെന്നാണ് ചട്ടം. പക്ഷേ തിരക്കുള്ള സമയത്ത് ഇത് നിർബന്ധമല്ല. സാധാരണ ടേക്ക് ഓഫ് ലാൻഡിംഗ് സമയങ്ങളാണ് അപകട സാധ്യത കൂടുതലായിട്ടുള്ളത്. വിമാനത്തിൽ നിന്ന് മെയ്ഡേ സന്ദേശം ATCക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിയന്തര സാഹചര്യം, അപകടകരമായ അവസ്ഥ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിമാനം 625 അടി മുകളിലായിരിക്കണം. ടേക്ക് ഓഫ് ചെയ്ത് 2 മൈൽ പിന്നിട്ടിട്ടുണ്ടെങ്കിൽ ഈ ഉയരം എന്തായാലും കവർ ചെയ്തിരിക്കണം. അതിവിടെ സംഭവിച്ചിട്ടില്ല. വിമാനത്തിൽ കയറ്റാവുന്ന ഭാരം തീരുമാനിക്കേണ്ടത് വിമാന കമ്പനിയാണ്. ഓരോ വിമാനത്തിനും ഓരോ റൺവേയിലും ഭാരത്തിന്, അതായത് ടേക്ക് ഓഫ് വെയ്റ്റിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് താപനില അനുസരിച്ചായിരിക്കും മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ അപകടം സംഭവിച്ചത് ഉച്ചയ്ക്കാണ്. ഓരോ ഡിഗ്രി താപനില വർദ്ധിക്കും തോറും 2 ടൺ ഭാരം വീതം കുറയ്ക്കും. ഓരോ വിമാനത്താവളത്തിനും സമയം, റൺവേയുടെ നീളം, താപനില എന്നിവയനുസരിച്ച് വിമാനഭാരത്തിൻ്റെ ചാർട്ടുണ്ട്. യാത്രക്കാരുടെ ഭാരം, കാർഗോയുടെ ഭാരം, വിമാനത്തിൻ്റെ ഭാരം ഇവയെല്ലാം പരിഗണിച്ചാണ് ഈ ചാർട്ട് തയ്യാറാക്കുന്നത്. ടേക്ക് ഓഫ് ഭാരം കൂടുകയാണെങ്കിൽ വിമാനത്തിന് ലിഫ്റ്റ്, അതായത് ഉദ്ദേശിച്ച രീതിയിൽ അത് ഉയരാൻ സാധിക്കില്ല. അതൊരു വലിയ വെല്ലുവിളിയായിട്ട് മാറും. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിൽ വിമാനത്തിന് ലിഫ്റ്റ് കിട്ടിയിട്ടില്ല എന്നാണ് നിഗമനം. തീർച്ചയായിട്ടും അതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഈ ടേക്ക് ഓഫ് സമയത്ത് V1, V2 എന്നിങ്ങനെ 2 സ്പീഡുകളുണ്ട്. V1ന് മുൻപ് വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ പാടില്ല എന്ന സ്ഥിതിയാണ്. V1 കഴിഞ്ഞാൽ ടേക്ക് ഓഫ് ചെയ്യാം. V2 കഴിഞ്ഞാൽ നിർത്താൻ പാടില്ല. നിർത്തിയാൽ വിമാനം റൺവേ കടന്നു പോകും എന്ന സാഹചര്യത്തിലേക്ക് എത്തും. V2 കഴിഞ്ഞാണ് ടേക്ക് ഓഫിൽ പ്രശ്നം കണ്ടെത്തിയതെങ്കിൽ ടേക്ക് ഓഫ് പൂർത്തിയാക്കി തിരികെ ലാൻഡ് ചെയ്യാൻ വരണം. അതിനു മുൻപായി മെയ്ഡേ കോൾ കൊടുക്കണം. വിമാനത്തിന് ലിഫ്റ്റ് കിട്ടിയിട്ടില്ലാത്തതിനാൽ ഇവിടെ മെയ്ഡേ കോൾ കൊടുത്ത് തിരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു. മാത്രമല്ല 2 മൈൽ പറന്ന വിമാനം ഇവിടെ 625 അടി ഉയരത്തിൽ എത്തിയിരിക്കില്ല എന്നാണ് അനുമാനം. 3 ഡിഗ്രി ആംഗിളിലാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത്. 1 മൈൽ പിന്നിട്ടാൽ 300 അടി ഉയരത്തിൽ എത്തണം. 2 മൈൽ ആകുമ്പോഴേക്കും 600 അടി ഉയരത്തിൽ എത്തിയിരിക്കണം. പക്ഷേ ഇവിടെ ലിഫ്റ്റ് കിട്ടാത്തതിനാൽ ഈ ഉയരം താണ്ടിയിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഭാരത്തിൻ്റെ പ്രശ്നം പൈലറ്റ് അറിയുന്നത് വിമാനം ടേക്ക് ഓഫ് ചെയ്ത ശേഷമാകാം. പുറപ്പെടുന്നതിന് മുമ്പ് പൈലറ്റിന് ടേക്ക് ഓഫ് വെയിറ്റ് ചാർട്ട് നൽകിയിരിക്കും. പക്ഷേ അതിലേറെ ഭാരം കയറ്റിയിട്ടുണ്ടെങ്കിൽ ടേക്ക് ഓഫിന് ശേഷം മാത്രമേ പൈലറ്റിന് അറിയാൻ സാധിക്കുകയുള്ളൂ. മെയ്ഡേ കോൾ കൊടുത്താൽ വിമാനത്താവളത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അത് കൊടുത്താൽ വിമാനം ഉയർന്നു പോയി ഉടൻ തിരികെ വന്ന് ലാൻഡ് ചെയ്യണമെന്നാണ് നിയമം. പക്ഷേ ഇവിടെ വിമാനം തിരിക്കാൻ സാധിച്ചില്ല. അതിനു മുമ്പ് തന്നെ അപകടം അവരെ കവർന്നെടുത്തു എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. എന്തായാലും അതായത് വിമാനം തിരിക്കാനുള്ളൊരു സാവകാശം, സമയം പൈലറ്റിന് കിട്ടിയില്ല. മാത്രമല്ല വിമാനം തിരിക്കാനുള്ളൊരു ശ്രമം പൈലറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. അതും വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സാധാരണ 2000 അടി ഉയരത്തിൽ പോയിട്ട് വേണം തിരികെ വരാൻ. പക്ഷേ ഇവിടെ അതിനുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നത്. 2000 അടി ഉയരത്തിൽ പോയി തിരികെ വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഓരോ വിമാനത്താവളത്തിനും ഒബ്സ്റ്റക്കിൾ ചാർട്ട്, അതായത് പറന്നുയരുമ്പോഴും ഇറങ്ങുമ്പോഴും റൺവേയുടെ പരിസരത്ത് വിമാനത്തിന് തടസ്സമുണ്ടാക്കാവുന്ന വസ്തുക്കളുടെ പട്ടികയുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എവിടെ വെച്ച് വിമാനം തിരിക്കണമെന്ന് പൈലറ്റ് ഈ ചാർട്ട് നോക്കി മാത്രമേ തീരുമാനിക്കൂ. അല്ലെങ്കിൽ ഏതെങ്കിലും തടസ്സത്തിൽ വിമാനം തട്ടാനിടയുണ്ട്, തട്ടാനുള്ള സാഹചര്യത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ 100 ടൺ ഇന്ധനം ഉണ്ടായിരുന്നു എന്നാണ് വിവരം. ലണ്ടനിലേക്ക് നേരിട്ടുള്ള വിമാനമാണ്. അതുകൊണ്ട് തന്നെ ഫുൾ ടാങ്ക് ഇന്ധനം ഉണ്ടാകുമല്ലോ. ഈ മോഡൽ വിമാനത്തിൽ 100 ടൺ ആണ് ഇന്ധനഭാരം. എന്തായാലും ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അവലോകന യോഗമൊക്കെ ചേരുന്നുണ്ട് നേതാക്കളുമായി ചേർന്നിട്ട്. കൂടുതൽ വിവരങ്ങളൊക്കെ അപകടത്തിലേക്ക് നയിച്ചത് എന്താണെന്നതടക്കമുള്ള വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകും.